സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. എല്ലാവർക്കും നമസ്കാരം, സ്വാഗതം. ലളിതാ സഹസ്രനാമത്തിലെ 541 മുതലുള്ള നാമങ്ങളുടെ അർത്ഥമാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ ലളിതാ സഹസ്രനാമ പഠനം അല്ലെങ്കിൽ അതിൻ്റെ ജപം ലയത്തോടുകൂടി ചെയ്യണം. അപ്പോൾ ആ ഒരു നാമത്തിലുള്ള ലയമാണ് അതിന് കൂടുതൽ ഗുണം കിട്ടുന്നതിന് കാരണമാകുന്നത്. അപ്പോൾ സന്ധ്യയ്ക്ക് ജപിക്കുന്നതാണ് കൂടുതൽ നല്ലത്. അപ്പോൾ സന്ധ്യ സമയത്ത് ജപിക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു സമയത്ത് ഇത് ജപിക്കുന്നത് ഒരു ശീലമാക്കുക. അപ്പോൾ നമ്മുടെ ചിന്തകൾ കുറച്ചുകൂടെ നല്ലതാവുകയും നമ്മൾ എന്താണോ നമ്മുടെ ജീവിതത്തിൽ ദുരിതങ്ങൾ അത് കുറച്ച് അകന്നു പോവുകയും ചെയ്യും. അപ്പോൾ സാധാരണ ആളുകളൊക്കെ പറയുന്ന കേൾക്കാം, ഞാൻ ഒരുപാട് ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്നുണ്ട്, ഞാൻ ഒരുപാട് വഴിപാടുകളൊക്കെ കഴിക്കുന്നുണ്ട്, പിന്നെ എന്നിട്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടുകളും നീങ്ങുന്നില്ല. അതിന് കാരണം നമ്മൾ വഴിപാട് കഴിച്ചത് കൊണ്ടോ ജ്യോത്സ്യനെ കണ്ടതുകൊണ്ടോ ഒന്നും നമ്മുടെ പ്രയാസങ്ങൾ മാറില്ല. കാരണം അതിലല്ല കാര്യമുള്ളത്. നമ്മുടെ മനസ്സാണ് നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾക്ക് കാരണം. അപ്പോൾ ആ മനസ്സിലെ ചിന്തകളാണ് എല്ലാ ദുരിതങ്ങളും കൊണ്ടുവരുന്നത്. ഈ ദുരിതങ്ങളെ മാറ്റാൻ വേണ്ടി നമ്മൾ ആ ചിന്തകളെ ശുദ്ധീകരിച്ചെടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ ശുദ്ധീകരിക്കാൻ നാമജപങ്ങൾക്ക് കഴിയും. അപ്പം ലളിതാ സഹസ്രനാമം ആ ഒരു സാധനയുടെ അല്ലെങ്കിൽ ആ ഒരു പരിശീലനത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. അപ്പോൾ രാവിലെയൊക്കെ നമുക്ക് ഏറ്റവും നല്ലത് വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുന്നതാണ്. കാരണം ഒരു സാത്വികമായിട്ടുള്ള ആ ഒരു സമയമായതുകൊണ്ടും ആ ഒരു സാത്വികമായ ശക്തിയിലേക്ക് നമ്മളെ കണക്റ്റ് ചെയ്യാൻ അത് സഹായിക്കും. അപ്പോൾ ശക്തി വർദ്ധിക്കാൻ വിഷ്ണു സഹസ്രനാമവും പിന്നെ അതുപോലെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ ലളിതാ സഹസ്രനാമവും സഹായിക്കും എന്ന് പറഞ്ഞുകൊണ്ട് 541 മുതലുള്ള നാമങ്ങൾ ആ ഭാഗം: പുണ്യകീർത്തി പുണ്യലഭ്യ പുണ്യശ്രവണ കീർത്തന പുലോമജാർച്ചിത ബന്ധ മോചിനി ബരാളക വിമർശരൂപിണി വിദ്യ വേദാദി ജഗൽപ്രസഹോ സർവ്യാദി പ്രശമനി സർവമൃത്യു നിവാരിണി. ആ ഒരു ഭാഗത്ത് വരുന്ന കുറച്ച് നാമങ്ങളുടെ അർത്ഥമൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ അർത്ഥം നോക്കി പഠിക്കുക എന്ന് പറഞ്ഞാൽ മൊത്തം അർത്ഥം നമ്മുടെ മനസ്സിൽ നിൽക്കില്ല. എന്നാലും കുറച്ച് കാര്യങ്ങൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കി അത് ജപം ചെയ്യുമ്പോൾ ആ ഒരു അതിൽ ഒരു ലയം കൂടി വരികയും അത് നമുക്ക് നമ്മുടെ മനസ്സിന് കുറച്ചുകൂടി ശക്തിയുള്ളതാക്കി തീർക്കുന്നു. അപ്പോൾ മനസ്സിൻ്റെ ശക്തിക്ക് വേണ്ടി തന്നെയാണ് നാമജപങ്ങളൊക്കെ ആചാര്യന്മാർ നിർദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് 541 നാമം നോക്കാം. അനുത്തമ, തന്നേക്കാൾ ശ്രേഷ്ഠമായി മറ്റാരുമില്ലാത്തവൾ, അതാണ് സർവശ്രേഷ്ഠയായവൾ എന്ന് പറയുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു ദേവിയോ ദേവനെയോ പറയുമ്പോൾ ആ ദേവിക്ക് ഏറ്റവും പ്രാധാന്യം കൊടുക്കും. ഇപ്പോൾ നമ്മൾ വിഷ്ണു സഹസ്രനാമം ചൊല്ലുമ്പോൾ വിഷ്ണുവിന് ഏറ്റവും പ്രാധാന്യം കൊടുത്തുകൊണ്ടായിരിക്കും അതിൻ്റെ നാമങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ സഹസ്രനാമം ലളിതാ സഹസ്രനാമം പറയുമ്പോൾ ദേവിയാണ് ഏറ്റവും എന്താ പറയുക ഉത്തമം, അല്ലെങ്കിൽ ദേവിയാണ് ശ്രേഷ്ഠം എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും അത് എക്സ്പ്ലെയിൻ ചെയ്യുക. അതെന്തിനാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഓരോരുത്തരും ഓരോ ദേവതയെ ആയിരിക്കും ആരാധിക്കുന്നത്. അപ്പോൾ താൻ ആരാധിക്കുന്ന ആ ഒരു ശക്തിക്ക് ഏറ്റവും ഉയർന്ന ഗുണങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അതിൽ തന്നെ നിൽക്കുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് ഓരോ ദേവതാ സങ്കല്പത്തിൻ്റെ സഹസ്രനാമങ്ങൾ എടുക്കുമ്പോൾ ആ ദേവതയാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് സമർത്ഥിക്കുന്ന നാമങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ അനുത്തമ എന്ന് പറയുമ്പോൾ 541 തന്നേക്കാൾ ശ്രേഷ്ഠമായി മറ്റാരും ഇല്ലാത്തവൾ അല്ലെങ്കിൽ സർവശ്രേഷ്ഠയായവൾ ദേവി എന്നുള്ള അർത്ഥമാണ്. അനുത്ത പ്ലസ് മാ എന്ന് അതിനെ പിരിച്ചു പറയാം. അങ്ങനെയാണെങ്കിൽ അനുത്ത എന്ന് പറയുമ്പോൾ പരപ്രേരിതമല്ലാത്ത, മാ എന്ന് പറഞ്ഞാൽ ബുദ്ധി. അപ്പോൾ പരപ്രേരിതമല്ലാത്ത ബുദ്ധിയോട് കൂടിയവൾ എന്ന് പറയാം. പിന്നെ മാ എന്നതിന് ഐശ്വര്യം എന്നും അർത്ഥമുണ്ട്. അപ്പോൾ അന്യരിൽ നിന്ന് സ്വീകരിച്ചതല്ലാത്ത ഐശ്വര്യമുള്ളവൾ എന്ന് പറയുമ്പോൾ ദേവിക്ക് തന്നെ ഐശ്വര്യമുണ്ട്, പിന്നെ വേറൊരാളുടെ കയ്യിൽ നിന്ന് ഐശ്വര്യം സ്വീകരിക്കേണ്ട കാര്യമുണ്ടോ? അതാണ് അനുത്തമ തന്നേക്കാൾ ശ്രേഷ്ഠമായി മറ്റാരും ഇല്ലാത്തവൾ, സർവശ്രേഷ്ഠയായ ദേവി എന്നാണ് അർത്ഥം.
ഇനി 542 നാമം പുണ്യകീർത്തി. പുണ്യപ്രദമായ കീർത്തിയുള്ളവൾ. പുണ്യപ്രദമായ കീർത്തിയുള്ളവൾ ദേവിയുടെ മാഹാത്മ്യവും കീർത്തിയും ഒക്കെ കേൾക്കുന്നതും കേൾപ്പിക്കുന്നതും പുണ്യപ്രദമാണ് എന്ന് പറയുന്നു. അപ്പോൾ പുണ്യപ്രദമായ കീർത്തിയുള്ളവൾ എന്ന് പറയുമ്പോൾ നമ്മൾ ദേവീനാമങ്ങൾ കേൾക്കുകയും അത് മറ്റുള്ളവരെ കേൾപ്പിക്കുകയും ചെയ്യുന്നവരുണ്ട്. പാരായണമൊക്കെ ചെയ്യുമ്പോൾ ഇപ്പോൾ യൂട്യൂബിൽ തന്നെ ഇങ്ങനെ പാരായണം ചെയ്യുന്നവരുണ്ട്. അപ്പോൾ മറ്റുള്ളവരെ കേൾപ്പിക്കുന്നു. അങ്ങനെ അതൊക്കെ പുണ്യമായ കീർത്തിയാണ്, അത് പുണ്യപ്രദമാണ് എന്നാണ് സൂചന. അതുകൊണ്ട് തന്നെ പുണ്യം നൽകുന്നവൾ എന്ന കീർത്തിയുള്ളവൾ, പുണ്യം നൽകുന്നവൾ എന്ന കീർത്തിയുള്ളവളാണ് പുണ്യകീർത്തി. ഇനി അടുത്തത് 500 അതിൻ്റെ കുറച്ചും കൂടെ കാര്യം അത് പറയാം. എല്ലാ കർമ്മങ്ങൾക്കും പുണ്യമോ പാപമോ ഉണ്ടാക്കാൻ കഴിയും. എന്നാൽ ദേവിയെ ആരാധിക്കുമ്പോൾ ഒരു സാഹചര്യത്തിലും പാപസ്പർശം ഉണ്ടാവുകയില്ല എന്നും പുണ്യവുമായി മാത്രം ബന്ധമുള്ള കീർത്തി ഉള്ളവളാണ് ദേവി എന്നും അർത്ഥം. അതാണ് പുണ്യകീർത്തി. ഇനി 543 പുണ്യലഭ്യ. പുണ്യം കൊണ്ട് മാത്രം ലഭിക്കുന്നവൾ. പൂർവ്വ പുണ്യം കൊണ്ട് മാത്രമേ ദേവിയെ സ്തുതിക്കാനും ആരാധിക്കാനും അവസരം ലഭിക്കുകയുള്ളൂ. അതാണ് പുണ്യലഭ്യ. പുണ്യം കൊണ്ട് മാത്രം ലഭിക്കുന്നവൾ. അപ്പോൾ പുണ്യം ചെയ്താൽ മാത്രമേ ദേവിയെ ലഭിക്കുകയുള്ളൂ എന്ന് പറയുന്നു. ഇനി അടുത്തത് 544 പുണ്യശ്രവണ കീർത്തന. തൻ്റെ മാഹാത്മ്യം കേൾക്കുന്നവർക്കും കീർത്തനം ചെയ്യുന്നവർക്കും പുണ്യം ദാനം ചെയ്യുന്നവൾ. പുണ്യശ്രവണ കീർത്തന. തൻ്റെ മാഹാത്മ്യം, ദേവിയുടെ മാഹാത്മ്യത്തെ കേൾക്കുന്നവർക്കും കേൾപ്പിക്കുന്നവർക്കും പുണ്യത്തെ ദാനം ചെയ്യുന്നവൾ. അതാണ് പുണ്യശ്രവണ കീർത്തനം. അപ്പോൾ ഈ ദേവിയുടെ ധാരാളം സഹസ്രനാമങ്ങളുണ്ടല്ലോ, അതിലേതെങ്കിലും ഒന്നുപോലും ശ്രദ്ധയോടെ കേൾക്കുകയോ ഉച്ചരിക്കുകയോ ചെയ്താൽ സർവ്വ പാപങ്ങൾക്കും ശമനം കിട്ടുമെന്നും ഇരുട്ടിൽ ഇരിക്കുന്ന ആൾക്ക് സൂര്യകിരണങ്ങൾ അവിടേക്ക് എത്തുമ്പോൾ ആ ഇരുട്ട് മറഞ്ഞു പോകില്ല. ഇപ്പോൾ പ്രഭാതത്തിൽ എങ്ങനെയാണ് നമ്മൾ രാത്രി ഇരുട്ടാണ്, എന്നാൽ രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ ആ ഇരുട്ട് മറഞ്ഞു പോകുന്നത് എങ്ങനെയാണോ അതുപോലെ ദേവിയുടെ മാഹാത്മ്യം വർണ്ണിക്കുന്ന കഥകൾ പഠിക്കുക, ശ്രവിക്കുക, അന്യർക്ക് പറഞ്ഞു കൊടുക്കുക, ദേവി സ്തോത്രങ്ങൾ പാരായണം ചെയ്യുക എന്നതുകൊണ്ടുണ്ടാകുന്ന പുണ്യസമ്പത്ത് അത് എത്രയെന്ന് വിവരിക്കാൻ കഴിയുകയില്ല എന്ന് പറയുന്നു. ഇനി 545 പുലോമജാർച്ചിത. പുലോമജാർച്ചിത ഇന്ദ്രാണിയാൽ അർച്ചിക്കപ്പെട്ടവൾ എന്നാണ്. പുലോമജ അർച്ചിത അങ്ങനെ പിരിച്ചു പറയണം. ആ ഒരു പുലോമജാർച്ചിത എന്ന് പറയുന്നത് പുലോമജ പ്ലസ് അർച്ചിത. ഇപ്പോൾ പുലോമജ ഇന്ദ്രാണിയാണ്, ഇന്ദ്രൻ്റെ പത്നി. ആ ഇന്ദ്രൻ്റെ പത്നിയാൽ അർച്ചിക്കപ്പെട്ടവൾ, പൂജിക്കപ്പെട്ടവൾ. അപ്പോൾ ഇതൊരു ദേവി ഭാഗവതത്തിലെ ഒരു കഥയുമായിട്ട് ബന്ധപ്പെട്ട ഒരു നാമമാണ്. ദേവി ഇന്ദ്രാണി അല്ലെങ്കിൽ ഇന്ദ്രൻ്റെ പത്നി ദേവീ പ്രീതി കൊണ്ട് ബ്രഹ്മഹത്യാ പാപത്തിൽ നിന്ന് ഇന്ദ്രനെ മോചിപ്പിക്കുന്ന ആ ഒരു സന്ദർഭം ഉദ്ദേശിച്ചാണ് ഇത് പറയുന്നത്. അപ്പോൾ 546 നാമം ബന്ധമോചിനി. സംസാര ബന്ധത്തിൽ നിന്ന് മോചിപ്പിക്കുന്നവൾ. അപ്പോൾ സംസാര ബന്ധം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു ഫാമിലിയിലിരിക്കുമ്പോൾ നമുക്ക് പല വീട്ടുകാർ, നമ്മുടെ ബന്ധുക്കൾ ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതെല്ലാം ബന്ധങ്ങളാണ്. നമുക്ക് പല രക്തബന്ധങ്ങൾ, അല്ലാതെ വരുന്ന സ്നേഹബന്ധങ്ങൾ, ഇതൊക്കെ ഈ ബന്ധത്തിൽ നിന്ന് മോചിപ്പിക്കുന്നവളാണ് ദേവി. അപ്പോൾ ബന്ധം എന്നാൽ കെട്ട് എന്നാണ് അർത്ഥം. അപ്പോൾ ഈ ബന്ധമാണ് ബന്ധനമാകുന്നതെന്ന് പറയും. ആ ബന്ധനത്തിൽ നിന്ന് ഇപ്പോൾ ഒരു കഥയിൽ ബാണാസുരൻ്റെ ബന്ധനത്തിൽ നിന്ന് അനിരുദ്ധന് മോചനം ലഭിച്ചത് ദേവി പ്രസാദത്താലാണ് എന്ന് ഇതിൽ പറയുന്നുണ്ട്. ഭാഗവത കഥകളിലും ഹരിവംശത്തിലൊക്കെ കാണുന്നുണ്ട്. അതുപോലെ ബന്ധം എന്ന പദം സംസാര ബന്ധത്തെ കാണിക്കുന്നു. അതാണ് ബന്ധമോചിനി. സംസാര ബന്ധത്തിൽ നിന്ന് മോചിപ്പിക്കുന്നവൾ, സംസാര ബന്ധനങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നവൾ എന്നാണ് അർത്ഥം. അപ്പോൾ ഈ മായ ആണ്, അവിദ്യാരൂപിണിയായ മായയാണ് ഈ സംസാരം. ഈ സംസാരത്തിൽ ജീവിച്ച് ജനിച്ച്
കർമ്മബന്ധങ്ങളിൽ പെട്ട് കുരുങ്ങി മരിച്ചാലും തന്നെ ആ പാപങ്ങൾ കൊണ്ട് വീണ്ടും വീണ്ടും വിഷമമുള്ള, കൂടുതൽ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ ബുദ്ധിമുട്ടുള്ള സ്ഥലത്ത് വന്ന് വീണ്ടും ജനിച്ച് അങ്ങനെ ക്ലേശം അനുഭവിക്കുന്നവർക്ക് മോക്ഷപ്രാപ്തിക്ക് അവരെ അർഹരാക്കുന്നു ദേവിയുടെ നാമങ്ങളുമൊക്കെ. അങ്ങനെ അർഹരാക്കുന്ന കരുണാമൂർത്തിയാണ് ദേവി എന്ന് പറയുന്നു. ഇവിടെ 547 ബർബര അളക. ബർബര എന്ന് പറയുമ്പോൾ ചുരുണ്ട, അളകങ്ങൾ എന്ന് പറയുമ്പോൾ മുടി, അളകങ്ങൾ മുടി, ചുരുണ്ട മുടിയോടുകൂടിയവൾ. ബന്ധുരാളക എന്നും പറയാം. ബർബര എന്ന ശബ്ദം കേശം എന്നാണ്. ചുരുണ്ട അളകങ്ങൾ ഉള്ളവൾ എന്ന് ബർബരാളക എന്നതിന് അർത്ഥം നമുക്ക് മനസ്സിലാക്കാം. മനോഹരമായ അളകങ്ങളുള്ളവൾ, ചുരുണ്ട മുടിയുള്ളവൾ. ഇപ്പോൾ നമ്മൾ ചില ചുരുണ്ട മുടിയുള്ളവരുടെ മുടി ഇങ്ങനെ കേളിയാണെന്ന് പറയുമ്പോൾ ഒരു തിരമാല പോലെ ഇങ്ങനെ ഉയർന്നും താഴ്ന്നും ഇരിക്കും. അപ്പോൾ ഇന്നത്തെ കാലത്തൊക്കെ അതൊക്കെ സ്ട്രെയിറ്റൻ ചെയ്യുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ ചുരുണ്ട മുടിക്ക് അതിൻ്റേതായിട്ടുള്ള ഭംഗിയുണ്ടല്ലോ. അപ്പോൾ മനോഹരമായ അളകങ്ങളുള്ളവൾ എന്നും ഉയർന്നും താഴ്ന്നും തിരമാലകൾ പോലെ ശോഭിക്കുന്ന ചുരുണ്ട അളകങ്ങൾ അല്ലെങ്കിൽ മുടി ഉള്ളവൾ എന്നാണ് അർത്ഥം. 548 വിമർശരൂപിണി. പ്രകാശസ്ഫുരണം തന്നെ രൂപമായവൾ. അപ്പം വിമർശ എന്ന് പറയുമ്പോൾ പ്രകാശം സ്വരൂപമായവൾ. പ്രകാശാത്മകമായ പ്രകാശം എന്ന് പറയുന്ന പരബ്രഹ്മത്തിൻ്റെ സ്വരൂപമാണ്. അതൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു സ്ഫുരണമാണ് ഈ വിമർശം. അപ്പോൾ പരബ്രഹ്മത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു സ്ഫുരണത്തെയാണ് വിമർശം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പ്രകാശം എന്നെടുക്കാം. അപ്പോൾ ശിവൻ പ്രകാശ സ്വരൂപമാണെങ്കിൽ പരബ്രഹ്മമായ ശിവൻ, ശക്തി അതിൻ്റെ സ്ഫുരണമാണ് എന്ന് പറയും. അതാണ് ശിവനും ശക്തിയും. ശിവശക്തി ഐക്യ സംഭവം എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ശ്ലോകം പറയുന്നുണ്ടല്ലോ. ശ്രീ ശിവശക്തി ഐക്യരൂപിണി ലളിതാംബിക എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ശ്ലോകം ലളിതാ സഹസ്രനാമത്തിൽ പറയുന്നുണ്ട്. അതായത് വിമർശരൂപമാണ് ശക്തി, അല്ലെങ്കിൽ പ്രകാശരൂപമാണ് ശക്തി, ചൈതന്യരൂപമാണ് ശിവൻ. അപ്പോൾ ശിവൻ പ്രകാശരൂപമായ പരബ്രഹ്മമാണെങ്കിൽ, ശിവൻ പ്രകാശരൂപമായ ചൈതന്യരൂപമായ പരബ്രഹ്മമാണെങ്കിൽ അതിൻ്റെ സ്ഫുരണമായ വിമർശം പ്രകാശ സ്ഫുരണങ്ങൾ അല്ലെങ്കിൽ പ്രകാശാത്മകമായ രൂപമാണ്, സ്ഫുരണമാണ് ദേവിയെന്ന്. അപ്പോൾ ശിവനും ശക്തിയും ചേരുമ്പോൾ നമ്മൾ പറയും ശിവശക്തി ഐക്യ സംഭവം എന്ന് പറയും. വിമർശരൂപമായ ശക്തിയും സർവചരാചരങ്ങളെയും വിമർശ രൂപമായ ശക്തി ദേവി എന്ന് പറയാം. സർവചരാചരങ്ങളെയും ജനിപ്പിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്നു. അതാണ്. ഇനി അടുത്തത് 549 വിദ്യാരൂപിണിയാണ് ദേവി. നേരത്തെ പറഞ്ഞ അവിദ്യാരൂപിണിയാണെന്ന് പറയാം. അപ്പോൾ വിദ്യാരൂപിണിയും ദേവി തന്നെ. മോക്ഷപ്രദമായ ജ്ഞാനം രൂപമായിട്ടുള്ളവൾ. ജ്ഞാനം തന്നെ ദേവിയുടെ രൂപമാണ്, അറിവ് ദേവിയുടെ രൂപമാണ്, ചൈതന്യ സ്വരൂപമായ ശക്തി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ വിദ്യ എന്ന് പറയുമ്പോൾ ചൈതന്യ രൂപമായ ശക്തി, ചൈതന്യം തന്നെ സ്വരൂപമായ ശക്തിയാണ്, അല്ലെങ്കിൽ വിദ്യാരൂപിണിയാണ് ദേവി, അല്ലെങ്കിൽ മോക്ഷത്തെ പ്രദാനം ചെയ്യുന്ന ജ്ഞാനം തന്നെ രൂപമായിട്ടുള്ളവൾ. ജ്ഞാനരൂപിണി, വിദ്യാരൂപിണി എന്നൊക്കെ അർത്ഥം വരുന്നതാണ് 549 നാമം വിദ്യ. അപ്പോൾ മോക്ഷാർത്ഥികളായിട്ടുള്ള മുനിമാരാൽ വിദ്യാരൂപിണിയായ ഈ ദേവിയെ അഭ്യസിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ദേവിയെ അവരെ ഉപാസിക്കുന്നു. അപ്പം ആത്മവിദ്യ എന്ന് പറയുന്നത് തന്നെയാണ് ഒരു മോക്ഷം നേടാൻ ആഗ്രഹിക്കുന്നവർ ഒരു വ്രതമായിട്ട് സ്വീകരിക്കുന്നത്. അപ്പോൾ മോക്ഷത്തിന് ഹേതു ആത്മവിദ്യയാണ്. ആത്മവിദ്യ ഉണ്ടെങ്കിലേ മോക്ഷം നേടാൻ കഴിയൂ, അല്ലെങ്കിൽ ജ്ഞാനം ഉണ്ടെങ്കിലേ മോക്ഷപ്രാപ്തി ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് മോക്ഷാർത്ഥികളായിട്ടുള്ള മുനികളാൽ വിദ്യാരൂപിണിയായ ദേവിയെ അഭ്യസിപ്പിക്കപ്പെടുന്നു എന്ന് പറയുന്നുണ്ട് ദേവി മാഹാത്മ്യം 4-ാം അധ്യായത്തിൽ. ഇനി അടുത്തത് 550 നാമം വിയദാദി ജഗൽപ്രസു. വിയദം ആകാശം, ജഗത്ത് ജഗത്തിന്, പ്രസവിച്ചവൾ, അല്ലെങ്കിൽ ആകാശം തുടങ്ങിയ ജഗത്തിന് പ്രസുവായവൾ. അപ്പോൾ ആകാശം അല്ലെങ്കിൽ എല്ലാ ഗോളങ്ങൾ
ഇതിനെയെല്ലാം പ്രസവിച്ചവൾ എന്നും പറയാം. സർവ്വ ലോകത്തിൻ്റെയും മാതാവാണ് എന്ന് പറയും. അതുകൊണ്ടാണ് മാതാ എന്ന ആദ്യത്തെ നാമം ശ്രീമാത, ശ്രീ മഹാരാജ്ഞി, ശ്രീമത് സിംഹാസനേശ്വരി എന്ന് പറയുന്നത്. കാരണം എല്ലാ ലോകത്തിനും സർവ്വലോകത്തിനും മാതാവായ ദേവി എന്നാണ് അർത്ഥം. ജഗത് ജനനി എന്നർത്ഥം. അതാണ് വിയദാദി ജഗൽപ്രസു. ആകാശം തുടങ്ങിയ ജഗത്തിലെ സകല ഗോളങ്ങൾ ചരാചരങ്ങൾക്കും അവർക്കൊക്കെ മാതാവായ അവരെയെല്ലാം പ്രസവിച്ചവൾ എന്നുള്ള അർത്ഥം. സർവ്വലോക മാതാവ് എന്നും പറയാം. ജഗത്തിൻ്റെ ജനനി, അതാണ് വിയദാദി ജഗൽപ്രസു. അപ്പോൾ ഇത്രയും ഭാഗം മഹാദേവിക്ക് സമർപ്പിക്കുന്നു. നമ്മളിപ്പോൾ പറഞ്ഞത് 541 തൊട്ട് 50 വരെയുള്ള നാമങ്ങളാണ്. അനുത്തമ, പുണ്യകീർത്തി പുണ്യലഭ്യ, പുണ്യശ്രവണ കീർത്തന പുലോമചാർച്ചിത ബന്ധ മോചിനീപ ബരാളക വിമർശരൂപിണി വിദ്യ വിയദാദി ജഗൽപ്രസോ സർവ്വവ്യാധി പ്രശമനി സർവമൃത്യു നിവാരിണി. ആ ഒരു ഭാഗത്ത് വരുന്ന കുറച്ച് നാമങ്ങളാണ് നമ്മൾ നോക്കിയത്. ഇത്രയും ഭാഗങ്ങൾ മഹാദേവിക്ക് സമർപ്പിക്കുന്നു, ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം തത്സത്.